കാമേശ്വരാസ്തൻ ദഗ്ധ സഭണ്ഡാസുര ശൂന്യക. ഭണ്ഡാസുരനെ ഏറ്റവും തനിക്ക് പ്രിയതമനായ കാമേശ്വരൻ്റെ നാമധേയത്തിലുള്ള ഒരു അസ്ത്രം കൊണ്ട് ദേവി ഹനിച്ചു. അതിൻ്റെ ഒരു പ്രഭ ശൂന്യക നഗരത്തിൽ ചെന്ന് വീണു അത്രേ. അങ്ങനെ ശൂന്യക നഗരവും പൂർണ്ണമായിട്ട് നശിച്ചു. അങ്ങനെ കാമേശ്വരാസ്തൻ ദഗ്ധ സഭണ്ഡാസുര ശൂന്യക എന്ന് ഭണ്ഡാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ്റെ വധം അങ്ങനെ സംഭവിച്ചു. ദേവന്മാർക്കെല്ലാം വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എത്രയോ വർഷങ്ങൾ, 60,000-ഓളം വർഷങ്ങൾ ഇവരെ പീഡിപ്പിച്ചും വിഷമിപ്പിച്ചും ഈ ലോകത്തിന് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ ത്രിലോക കണ്ടകനായ ഒരു അസുരനെ വളരെ നിസ്സാരമായിട്ട് ലളിതാംബിക ഹനിച്ചു. ഒറ്റ അസ്ത്രം കൊണ്ട് അയാൾ ഇല്ലാണ്ടായി. ദേവന്മാരെല്ലാം സന്തോഷിച്ചു. ബ്രഹ്മ ഉപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ, അവരെല്ലാം ദേവിയെ സ്തുതിച്ചു. ദേവി വളരെ വിനയാൻവിതയായിട്ട് താനൊന്നും ചെയ്തില്ല എന്നുള്ള മട്ടിൽ ഇരുന്നു. ഭണ്ഡാസുര വധം എന്നുള്ള ഒരു വലിയ കൃത്യം ദേവന്മാർക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ദേവി അത് വളരെ ലളിതമായിട്ട് നിസ്സാരമായിട്ട് അത് ചെയ്തു. അത് കഴിഞ്ഞ് നമ്രശിരസ്കയായി എല്ലാവരെയും വണങ്ങി തിരിച്ചുപോയി. ബ്രഹ്മാവ്, ഉപേന്ദ്രൻ, മഹേന്ദ്രൻ, ദേവേന്ദ്രൻ ഇവരൊക്കെ ദേവിയെ നല്ലോണം സ്തുതിച്ചു. ബ്രഹ്മ ഉപേന്ദ്ര മഹേന്ദ്രാദി, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ, മഹേന്ദ്രൻ ഇവരൊക്കെ ദേവിയെ സ്തുതിച്ചു. ദേവസംസ്കൃത വൈഭവ, അങ്ങനത്തെ വൈഭവത്തോടു കൂടിയവളാണ് ദേവി എന്നൊക്കെ ഭണ്ഡാസുര വധം എന്നുള്ള പ്രകരണം വളരെ ചുരുക്കത്തിൽ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു. എങ്കിലും ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. ഇത്രയും പേര് സന്തോഷിച്ചു, എല്ലാവർക്കും വളരെ സന്തോഷമായി, എല്ലാവരും സ്തുതിച്ചു. പക്ഷെ ഒരാൾക്ക് മാത്രം ദുഃഖം അതിൽ. അതാണ് മന്മഥൻ്റെ പത്നിയായ രതിദേവി. മന്മഥൻ ആദ്യം ശിവനെ മോഹിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശിവൻ തൃക്കണ്ണ് തുറന്ന് ചാരമായി. അതിൽ നിന്നും ഒരു അസുരനുണ്ടായിരുന്നു. അപ്പോഴും രതിദേവിക്ക് ഒരു ചെറിയ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം വേറൊരു രൂപത്തിലെങ്കിലും അയാൾ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അതും ഇപ്പോൾ ഇല്ലാണ്ടായി. അപ്പോൾ വാസ്തവത്തിൽ രതിദേവി വിധവയായി. അങ്ങനെ എല്ലാവരും സന്തോഷിച്ച് എല്ലാവരും ദേവിയെ സ്തുതിച്ച് ഇരിക്കുന്ന ആ വേളയിൽ രതിദേവിക്ക് മാത്രം ഒരു വിഷമം. അവർ ഒരു മൂലയ്ക്ക് നിന്ന് കരയുന്നുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ദേവി അവരെ അടുത്ത് വിളിച്ചു വരുത്തി. അങ്ങനെ ദേവകാര്യത്തിന് വേണ്ടിയാണല്ലോ നിൻ്റെ ഭർത്താവ് പുഷ്പബാണം തൊടുത്തത്, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, അദ്ദേഹത്തെ ജീവിപ്പിക്കാം എന്ന് ആശ്വസിപ്പിച്ചു. അങ്ങനെ പരമേശ്വരൻ്റെ നേർക്ക് നോക്കിയത്രേ. ദേവി കടക്കണ്ണുകൊണ്ട് ഒന്ന് അനുജ്ഞ ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ പരമേശ്വരൻ മന്മഥനെ വീണ്ടും ജീവിപ്പിച്ചു. എങ്കിലും തൻ്റെ ഭർത്താവ് ദഹിപ്പിച്ച ഒരാളെ വീണ്ടും ജീവിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു തോന്നലുകൊണ്ട് അനങ്കനായിട്ട് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മന്മഥൻ കാണപ്പെടില്ല, രതിദേവിയുടെ ദൃഷ്ടിയിൽ മാത്രം കാണപ്പെടും. അങ്ങനെ വീണ്ടും രതിമന്മഥന്മാർ ദേവിയെ നമസ്കരിച്ചു. ഇങ്ങനെ വീണ്ടും ജീവൻ തന്നതുകൊണ്ട് എന്നും ഞങ്ങൾ അമ്മയുടെ ഭക്തരായിരിക്കണമേ, ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ ദേവി അവരെ അനുഗ്രഹിച്ചു. കാമേശ്വരൻ്റെ ഹരനേത്ര അഗ്നി കൊണ്ട് സന്ദഗ്ധനായ കാമനെ വീണ്ടും സഞ്ജീവിപ്പിച്ച അല്ലെങ്കിൽ വീണ്ടും ജീവിപ്പിച്ച ഔഷധിയായിട്ട് ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവൻ ഔഷധി എന്നുള്ള മന്ത്രത്തോടു കൂടി ഈ ഭണ്ഡാസുര വധം എന്നുള്ള പ്രകരണം സമ്പൂർണ്ണമാകുന്നു. അങ്ങനെ രതിമന്മഥന്മാർ ദേവിയുടെ ഏറ്റവും ശ്രേഷ്ഠരായ ഭക്തരായിത്തീരുന്നു. അവരുടെ പേരിൽ കാതിവിദ്യ, ഹാദിവിദ്യ എന്നൊക്കെയുള്ള ദീക്ഷാ സമ്പ്രദായങ്ങൾ ഉണ്ട്. അവർ പിന്നീട് മറ്റുള്ളവർക്കൊക്കെ ദേവിയുടെ മന്ത്രദീക്ഷ കൊടുത്തു. വീണ്ടും മന്മഥൻ തൻ്റെ മുൻപേ ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭണ്ഡാസുര വധം എന്നുള്ള പ്രകരണത്തിൻ്റെ കഥാരൂപം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. ഇതിൻ്റെ സൂക്ഷ്മവശങ്ങളുണ്ട്.
അത് ഇനിയുള്ള ഭാഗങ്ങളിൽ കേൾക്കാം.